SUT ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന VS അച്യുതാനന്ദനെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഈ ദിവസങ്ങളിൽ CPM-ന്റെ നേതാക്കളൊക്കെ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ VS-ന് ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്, ആരോഗ്യനിലയിൽ പുരോഗതി എന്നുള്ളതാണ് ഡോക്ടർമാരും കുടുംബവും ഒക്കെ പറയുന്നത്. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എത്തുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ SUT ആശുപത്രിയിലേക്ക് VS അച്യുതാനന്ദനെ കാണാനെത്തുന്നത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് VS-നെ SUT ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എന്തായാലും ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല, മുൻ മുഖ്യമന്ത്രി VS-ന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതായിരുന്നു SUT ആശുപത്രി ഡോക്ടർമാരടക്കം കുടുംബമടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. അദ്ദേഹം എന്തായാലും ആരോഗ്യവാനായി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങട്ടെ എന്നതാണ് കേരളത്തിൻ്റെ ആഗ്രഹം, ആശംസ. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, CPM-ന്റെ നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയും VS-നെ കാണാൻ എത്തുകയാണ്. പക്ഷേ VS ഓക്കെ അല്ലേ ഷഫീദ്? ഹഷ്മി, നിലവിൽ ഇപ്പോഴും നമുക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് VS-ന്റെ ആരോഗ്യനില സ്റ്റേബിളാണ്. ഈ ഹൃദ്രോഗ സാധ്യത അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വീട്ടിൽ നിന്നും, അതായത് ലോ കോളേജ് ജംഗ്ഷനിലെ വേലിക്കകത്തെ വീട്ടിൽ നിന്നും അദ്ദേഹത്തെ പട്ടം SUT ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം ഈ സമയം വരെ അദ്ദേഹം സ്റ്റേബിളാണ്. മാത്രമല്ല 48 മണിക്കൂർ നിരീക്ഷണമായിരുന്നു ഇന്നലെ ഡോക്ടർമാർ പറഞ്ഞത്. അതിൽ ഇന്ന് 12 മണിക്ക് ശേഷം മറ്റൊരു റിവ്യൂ കൂടിയുണ്ട്. അതിനുശേഷം കൂടുതൽ ആരോഗ്യനില അപ്ഡേഷൻ അറിയിക്കാമെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ VS അസുഖബാധിതനായി ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിച്ച ഒരു സാഹചര്യത്തിൽ കൂടുതൽ നേതാക്കൾ പട്ടത്തെ ആശുപത്രിയിലേക്ക് എത്തി സന്ദർശിക്കുന്നുണ്ട്. ഇന്നലെ MA ബേബി അടക്കം CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി, അതേപോലെ തന്നെ MV ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. VS-ന്റെ മകൻ അരുൺകുമാറുണ്ട്. സ്വാഭാവികമായും അവരെ അടക്കം കണ്ട് VS-ന്റെ ആരോഗ്യനിലയിലെ അപ്ഡേഷൻ അത് ചോദിച്ച് മനസ്സിലാക്കുക, VS-നെ കാണുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്ന കാര്യം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2019 അദ്ദേഹം ഈ പക്ഷാഘാതത്തെ തുടർന്ന് തീർത്തും വീട്ടിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസങ്ങളിൽ മാത്രമാണ് ഈ മാധ്യമങ്ങൾക്കടക്കം ആ വീട്ടിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തത്. അങ്ങനെ വീട്ടിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പട്ടത്തെ ആശുപത്രിയിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ലോ കോളേജ് ജംഗ്ഷനിലെ വീട്ടിലേക്ക്. അവിടുന്ന് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പെട്ടെന്നൊരു വയ്യായിക, അദ്ദേഹത്തിനൊരു ശ്വാസമുട്ടൽ എന്നാണ് ആദ്യം പറഞ്ഞത്. അങ്ങനെ ഒരു ശ്വാസമുട്ടൽ ഉണ്ടായതിനെ തുടർന്ന് പട്ടത്തെ ഈ SUT ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് സ്ഥിരമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹത്തെ കാണിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കാർഡിയാക് ഇഷ്യൂ അടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്നത് ഈ ആശുപത്രിയിൽ തന്നെയാണ്. അങ്ങനെ ഇന്നലെ ഒരു ഹൃദ്രോഗ സാധ്യത അതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു VS-നെ പട്ടം SUT ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതിനുശേഷം പലതരത്തിലുള്ള റിവ്യൂകൾ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ബ്രീഫിങ്ങിൽ നിലവിലിപ്പോൾ ആശ്വാസകരമാണ്, VS-ന്റെ ആരോഗ്യനില സ്റ്റേബിളാണ് എന്നുള്ള വിവരമാണ് ആശുപത്രി അധികൃതർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. സ്വാഭാവികമായും മെഡിക്കൽ ബുള്ളറ്റിൻ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള വിവരം അത് നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ അറിയാം. ഏറ്റവും ഒടുവിൽ നമ്മൾ ആശുപത്രിയിൽ തിരക്കുമ്പോൾ 12 മണിക്ക് ശേഷമുള്ള റിവ്യൂ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും VS-നെ ഇപ്പോൾ അദ്ദേഹം ഈ വെന്റിലേറ്റർ സഹായമുള്ള ICU-ലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റ് പ്രശ്നങ്ങളില്ല. അദ്ദേഹം ആ കാർഡിയാക് അറസ്റ്റിനെ അതിജീവിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ള ഒരു വിവരം കൂടി, അതൊരു പക്ഷേ നമ്മളെ സംബന്ധിച്ച് ആശ്വാസകരമായ വിവരമാണ്. അങ്ങനെ ഒരു വിവരം കൂടി ഇപ്പോൾ ആശുപത്രി അധികൃതർ പങ്കുവയ്ക്കുന്നുണ്ട്. കൂടുതൽ നേതാക്കൾ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി കാണുന്നുമുണ്ട്. ഹഷ്മി, ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പോലെ സാധാരണഗതിയിൽ അങ്ങനെ നേതാക്കളൊക്കെ ആശുപത്രിയിലാകുമ്പോൾ ആശുപത്രിയിൽ നിന്നുണ്ടാവാറുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കണോ ഷഫീദ്? ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പിന്നാലെ കൂടുതൽ നേതാക്കളൊക്കെ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ടോ ഉടനെ? ഹഷ്മി, ഉറപ്പായിട്ടും കൂടുതൽ നേതാക്കൾ, അത് ഈ പറയുന്ന രാഷ്ട്രീയ ഭേദമന്യേ ഒരുപാട് നേതാക്കൾ ഒരു പക്ഷേ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേരും. കൂടുതൽ നേതാക്കൾ ആ സമയം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ CPM-ന്റെ മുതിർന്ന നേതാക്കളാണ് ഈ ആശുപത്രിയിലേക്ക് എത്തി VS-നെ കാണുന്നത്. കാരണം കൂടുതൽ തിക്കും തിരക്കും ആശുപത്രിയിലേക്ക് കൂട്ടേണ്ട എന്നൊക്കെ നേതാക്കളിൽ പലരോടും, പ്രത്യേകിച്ച് കോൺഗ്രസ് എത്തുന്ന ചില നേതാക്കൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് തിക്കും തിരക്കും കൂട്ടേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ്. സ്വാഭാവികമായും VS-നെ കാണാൻ കൂടുതൽ നേതാക്കൾ എത്തും. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, അകത്തടക്കം ഒരുപാട് ആളുകളുണ്ട്. VS-നെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്, VS ഇപ്പോൾ ചികിത്സയിലുള്ളത് ഇവിടെ തന്നെയുള്ള വെന്റിലേറ്റർ സപ്പോർട്ടുള്ള ICU-ലാണ്. അവിടെ നിലവിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പൂർണ്ണ അർത്ഥത്തിൽ സ്റ്റേബിളാണ് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. മാത്രവുമല്ല, അദ്ദേഹത്തിനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചികിത്സിക്കുന്ന ഡോക്ടേഴ്സാണ് ഈ ആശുപത്രിയിലുള്ളത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കാർഡിയാക് ഇഷ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് ഇവിടെയുണ്ട്. 2019 മുതൽ VS ചികിത്സയിലായിരുന്ന ആശുപത്രിയും ഇതാണ്. VS-നെ വീട്ടിലടക്കം എത്തിയാണ് ഇവിടെയുള്ള ഡോക്ടേഴ്സ് കണ്ടിരുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ കൂടുതൽ നേതാക്കളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുൻപാണ് പട്ടം SUT ആശുപത്രിയിലെത്തി VS അച്യുതാനന്ദനെ കാണാനായി പട്ടത്തെ ആശുപത്രിയിലേക്ക് എത്തിയത്.